നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. കെ ആർ സാജു കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സാജു, എന്തായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. താൻ ഇനി ഒരിക്കലും ഇപ്പോഴുണ്ടായ ഒരു നടപടിയിൽ അല്ലെങ്കിൽ പുതിയ പദവിയിൽ തൃപ്തനാകില്ല എന്നുകൂടി സുധാകരൻ പറയുന്നുണ്ട്. കെ സുധാകരൻ ഇപ്പോൾ തിരികൊളുത്തിയ വിവാദം, ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം, അതിൽ നിന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തെയും അതുപോലെ തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും സംബന്ധിച്ച് അത് അത്ര എളുപ്പമാകുമോ? ദിവ്യ, നമുക്ക് നൽകിയ അഭിമുഖത്തിലൂടെ കെ സുധാകരൻ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമല്ല, തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തീരുമാനമല്ല കേരളത്തിലെ KPCC നേതൃത്വത്തിലുണ്ടായ മാറ്റം എന്നുകൂടിയാണ്. ആ മാറ്റത്തെ അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ പോലും ഉൾക്കൊള്ളുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും ഇതുണ്ടാക്കാവുന്ന പ്രതിഫലനങ്ങൾ ഈ പുതിയ നേതൃത്വം ഇപ്പോൾ KPCCയുടെ പുനഃസംഘടന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അതായത് സമ്പൂർണ്ണ പുനഃസംഘടനയല്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ വിശദീകരിച്ചു. എങ്കിൽ പോലും ജനറൽ സെക്രട്ടറിമാരിലും വൈസ് പ്രസിഡന്റുമാരിലും ഒക്കെ മാറ്റമുണ്ടാവും. ഒപ്പം KPCC സെക്രട്ടറിമാരെയും ഒക്കെ നിയമിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കൂടിയാലോചനകളിലേക്ക് പുതിയ നേതൃത്വം കടന്നിട്ടുണ്ട്. ഇന്ന് അത് സംബന്ധിച്ച ചില കൂടിയാലോചനകൾ ആലുവയിൽ വെച്ച് പുതിയ നേതൃത്വം നടത്താനും പോവുകയാണ്. സ്വാഭാവികമായും ഇതിനിടയിലാണ് ഒരു അതൃപ്തിയുമായി മുൻ അധ്യക്ഷനായ കെ സുധാകരൻ രംഗത്ത് വരുന്നത്. അത് ഇനി അങ്ങോട്ടുള്ള പുനഃസംഘടനകളിലുമൊക്കെ അത്തരം ഇത്രയും മുതിർന്ന നേതാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കാമെങ്കിൽ മറ്റ് പുനഃസംഘടനകളെ കൂടി അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ പുതിയ നേതൃത്വത്തിന് മുന്നിലാണെങ്കിലോ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഏതു നിമിഷവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രഖ്യാപനം വന്നേക്കാം. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് പാർട്ടിയിലെ പുനഃസംഘടന പൂർത്തിയാക്കിക്കൊണ്ട് വേണം എണ്ണയിട്ട യന്ത്രം പോലെ ഫീൽഡിലേക്ക് പുതിയ നേതൃത്വത്തിന് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ. അതിനിടയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഗമമായ നേതൃമാറ്റം നടന്നു എന്ന് വിശ്വസിച്ചിരുന്നിടത്ത് കിട്ടിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടിയിൽ കെ സുധാകരൻ അങ്ങനെ വെറുതെ ഇറങ്ങിപ്പോവുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഓരോന്നും അക്കമിട്ട് പറഞ്ഞതിന് ശേഷമാണ് പുതിയ നേതൃത്വത്തിന് അദ്ദേഹം സ്ഥാനം കൈമാറിയിരിക്കുന്നത്. അതിനുശേഷമാണ് തന്നെ മാറ്റിയ രീതിയോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും അമർഷവും ഒക്കെ സുനിൽ ഐസക്കിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ആരാണ് തന്നെ നീക്കിയതിന് ഒരു ഗൂഢാലോചന നടന്നു എന്ന് സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് ഈ അഭിമുഖത്തിൽ നിന്നും വ്യക്തമാണ്. അതിനു പിന്നിൽ VD സതീശനും KC വേണുഗോപാലും ഒക്കെയാണ് എന്ന് അദ്ദേഹം കരുതുന്നു. ആ പേരുകൾ എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും പല വാചകങ്ങളുടെയും ഉള്ളടക്കം അതാണ്. ദേശീയ നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്നവർ എന്ന പ്രയോഗം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, താൻ മുന്നിൽ നിന്ന് നയിച്ച തിരഞ്ഞെടുപ്പുകളുടെ വിജയത്തിൻ്റെയൊക്കെ ക്രെഡിറ്റ് മറ്റുള്ളവർ ഏറ്റെടുത്തു എന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പരിതപിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്യം വളരെ കൃത്യമാണ്. പലതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർക്കെതിരെയുള്ള പരോക്ഷമായ വിമർശനമാണ്. പരാജയപ്പെട്ട് എങ്കിൽ മാറ്റേണ്ടത് തന്നെ മാത്രമല്ലല്ലോ എന്ന ഒരു ചോദ്യം ഈ അഭിമുഖത്തിന് ഇടയിൽ വരികൾക്കിടയിലൂടെ കെ സുധാകരൻ ഉയർത്തുന്നുണ്ട്. മുമ്പൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കമായിരുന്നു മാറ്റുന്നത് എന്നതടക്കം കാര്യങ്ങൾ വിശദീകരിച്ചതിൽ നിന്നും വ്യക്തമാണ് സുധാകരന്റെ അതൃപ്തിയുടെ ആഴവും പരപ്പും. അതിനി പ്രവർത്തകരിലേക്ക് ഏതൊക്കെ തലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദിവ്യ, എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനം കൂരമ്പ് തന്നെയാണ് കെ സുധാകരൻ തൊടുത്തുവിട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അത് ഇനി സുധാകരൻ അനുകൂലികൾ സുധാകരന്റെ ഈ പ്രതികരണം ഏതൊക്കെ രീതിയിൽ എടുത്തുന്നയിക്കും, അതിനെതിരെ എങ്ങനെയൊക്കെ പ്രതികരിക്കും, അത് ഇനി കോൺഗ്രസിന് എത്രത്തോളം തലവേദനയാകും എന്നതൊക്കെയാണ് കണ്ടറിയേണ്ടത്. സുനിൽ ഐസക്കും KR സാജുവുമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു